ഇത് എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇവിടെ KMK ജംഗ്ഷൻ അഥവാ പൊട്ടൻതെരുവ് വഴി യാത്ര ചെയ്തിട്ടുള്ള ആളുകൾ ഈയൊരു ഹോം ഗാർഡിനെ ശ്രദ്ധിക്കാതെ പോവില്ല. ഇത് MJ തോമസ്. 4 വർഷം സംസ്ഥാനത്തെ മികച്ച ഹോം ഗാർഡിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയ ഈ റിട്ടയർഡ് പട്ടാളക്കാരൻ റോഡിലെ മൈക്കിൾ ജാക്സൺ എന്നാണ് അറിയപ്പെടുന്നത്. എൻ്റെ പേര് MJ തോമസ്. ഞാൻ 20 വർഷം അതിർത്തി രക്ഷാസേനയിലായിരുന്നു. പഞ്ചാബ്, കാശ്മീർ എന്നിടങ്ങളിൽ ആണ് കൂടുതലും ജോലി ചെയ്തത്. 20 വർഷത്തെ രാജ്യസേവന പൂർത്തിയാക്കി 18 വയസ്സിൽ കയറിയ ഞാൻ 38-ാം വയസ്സിൽ റിട്ടയർമെൻറ്റായി നാട്ടിൽ വന്നു. 1 വർഷത്തോളം ഞാൻ കൊച്ചിൻ ഷിപ്പ് യാർഡിൽ ഫയർ ആൻഡ് സേഫ്റ്റിയിൽ ജോലി ചെയ്തു. അതിനുശേഷമാണ് എനിക്ക് കേരള ഹോം ഗാർഡിലേക്ക് നിയമനം കിട്ടിയത്. 2010 മുതൽ നോർത്ത് പറവൂർ ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തു വരുന്നു. ഇപ്പോൾ 15 വർഷത്തോളമായി. 4 തവണ കേരളത്തിലെ മികച്ച ഹോം ഗാർഡിനുള്ള അവാർഡ്, 4 തവണ സംസ്ഥാന അവാർഡ് ലഭിച്ചു. ഏകദേശം 200ഓളം പ്രാദേശിക പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നിരവധി പരിപാടികളിലും പങ്കെടുക്കാറുണ്ട്. TV-യിൽ അഭിനയിക്കാനുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യവും ലഭിച്ചു. ഇതായാലും എൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ് ഞാൻ നാട്ടിൽ വന്ന് ഇങ്ങനൊരു ഡ്യൂട്ടിയിൽ കയറിയതും ഇങ്ങനൊരു സേനയിൽ അംഗമായതും. മലയാളികൾക്ക് ഈ ഗതാഗത സംസ്കാരം തീരെ കുറവാണ്. കാരണം നമുക്കറിയാം, ആർക്കും സമയമല്ല. ഇവിടെ സമയമില്ലാതെ മലയാളി പായുകയാണ്. 24 മണിക്കൂറും നമ്മുടെ മലയാളികൾക്ക് പോരാത്തൊരവസ്ഥയിലേക്കാണ് മലയാളികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് അറിയില്ല, ആർക്കും സമയമില്ല. എപ്പോൾ ചോദിച്ചാലും എല്ലാവരും തിരക്കിലാണ്. ആ സമയക്കുറവ് റോട്ടിൽ കാണിക്കുമ്പോഴാണ് നമുക്കറിയാം, 1 വർഷം 4400ഓളം ആൾക്കാരാണ് വാഹന അപകടങ്ങളിൽ കേരളത്തിൽ 1 വർഷം മരിക്കുന്നത്. 4400. അപ്പോൾ നമ്മളതിനെ 12 മാസം കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ദിവസം 2 മണിക്കൂറിൽ ഒരാൾ വെച്ച് മരിക്കുന്നുണ്ട്. 2 മണിക്കൂറിൽ ഒരാൾ വെച്ച് മരിക്കുന്നുണ്ട്. അതായത് 24 മണിക്കൂറിൽ 12 പേര് ഒരു ദിവസം കേരളത്തിനകത്ത് വാഹനാപകടങ്ങളിൽ മരിക്കുന്നുണ്ട്. ഈ മരിക്കുന്നത് കൂടാതെ 4400 പേര് മരിക്കുന്നത് കൂടാതെ ഏകദേശത്തോളം 20,000 പേര് ആസ്പത്രികളിലും മറ്റുമായിട്ട് ചികിത്സ തേടുന്നുണ്ട്. ഈ 20,000 പേരിൽ ഒരു കാഭാഗം ചലനമറ്റ് വീടുകളിൽ നിശ്ചലാവസ്ഥയിൽ കഴിയുന്നവരുമുണ്ട്. അപ്പോൾ നമ്മളുടെ മലയാളികൾക്ക് സമയമില്ല എന്നുള്ളൊരിതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു അരമണിക്കൂർ യാത്ര ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ സമയം കയ്യിൽ പിടിച്ച് സഞ്ചരിക്കുമ്പോൾ അവിടെ നമ്മളുടെ വാഹനത്തിൻ്റെ വേഗത കൂടുകയും നമ്മുടെ ശ്രദ്ധ റോഡിൽ നിന്ന് പോകുകയും ചെയ്യുമ്പോഴാണ് കൂടുതലും അപകടം ഉണ്ടാകുന്നത്. 18 വയസ്സാകുമ്പോഴാണ് നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം നമുക്ക് ലൈസൻസ് ലഭിക്കുന്നത്. നമ്മൾ ടെസ്റ്റ് പാസ്സായതിന് 18 വയസ്സിന് ശേഷമേ നമുക്ക് ടെസ്റ്റിന് ഇരിക്കാൻ പറ്റുള്ളൂ. ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് ലഭിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ മക്കൾ 18 വയസ്സിൽ ലൈസൻസ് കിട്ടുന്നതിന് ശേഷം അവർക്ക് ഏതാണ്ട് ഒരു സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാണ്. പിന്നെ വാഹനമെടുത്ത് എങ്ങനെ വേണമെങ്കിലും ഓടിക്കാം എന്നുള്ളൊരു ചിന്താഗതി അവരുടെ മനസ്സിൽ വരുന്നു. നമുക്കിപ്പോൾ നമ്മുടെ ബൈക്കുകൾ തന്നെ അതിൻ്റെ വേഗപരിധി ഇപ്പോൾ ചൈനയിലും ജപ്പാനിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ കമ്പനികൾ ഉണ്ടാക്കുന്നത്, അവർ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്നത് നല്ല വീതിയും നല്ല ഗ്രിപ്പും നല്ല റോഡുകളിലാണ് അവർ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിട്ട് 240 കിലോമീറ്റർ വരെ വണ്ടി ഓടിക്കുക എന്നൊക്കെ പറയുന്നത്. പക്ഷേ നമ്മുടെ മക്കൾ 18 വയസ്സിൽ ലൈസൻസ് കിട്ടിക്കഴിയുമ്പോൾ എന്നെ പോലീസ് പിടിക്കില്ല, എനിക്ക് ധൈര്യമായിട്ട് വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ ഈ റോഡുകളിൽ വാഹനത്തിൻ്റെ ആ വേഗപരിധി നമ്മൾ പരീക്ഷിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ അത് ജീവിതത്തിൽ വലിയൊരു അപകടമായി ഒരു ദുരന്തമായി മാറാറുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള, ലൈസൻസ് കിട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് എല്ലാമായിട്ടില്ല. ഡ്രൈവിംഗ് ഒരു കലയാണ്. അത് നമ്മൾ കണ്ണും കാതും കയ്യും കാലും എല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു കലയാണ് ഡ്രൈവിംഗ്. ആ ഡ്രൈവിങ്ങിനെ കലയായി തന്നെ കണ്ട് നമ്മളെപ്പോഴും വാഹനം ഓടിക്കുക. അല്ലാതെ ഡ്രൈവിങ്ങിനെ കൊലയായിട്ട് നമ്മൾ ഒരിക്കലും കാണരുത്. കാരണം നമ്മൾ മുഖാന്തരം മറ്റൊരു ജീവൻ ഒരിക്കലും നഷ്ടപ്പെടരുത്. സ്വയം നമ്മുടെയും ജീവൻ നഷ്ടപ്പെടരുത്. അപ്പോൾ